ഹലോ എവരി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രസം മസാല പൗഡറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ നമ്മൾ ഇതുപോലെയൊക്കെ മസാല റെഡിയാക്കി വെക്കുകയാണെങ്കിൽ 3-4 മാസത്തേക്ക് നമുക്കിത് എൻജോയ് ചെയ്യാൻ കേട്ടോ. ഒരു കുഴപ്പം വരാതെ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ജലദോഷം, ചുമ, എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് രസം ഉണ്ടാക്കി നമ്മൾ എൻജോയ് ചെയ്യുകയാണെങ്കിൽ നല്ല ശരീരത്തിനൊക്കെ നല്ലൊരു ഉന്മേഷം കിട്ടുകയും ചെയ്യും. പിന്നെ ജലദോഷത്തിനൊക്കെ ഒരു ഇത് സമാധാനമാകും കേട്ടോ. ഒന്ന് അസുഖത്തിനൊക്കെ ഇച്ചിരി കുറവ് വരികയും ചെയ്യും. അപ്പോൾ ഏറ്റവും നമുക്കാണെങ്കിൽ മല്ലി എടുക്കാം. മുഴുവൻ മല്ലി 25 ഗ്രാം എന്ന് വെച്ചാൽ ടേബിൾ സ്പൂണിൽ നോക്കുകയാണെങ്കിൽ 5 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ആദ്യം പാൻ നന്നായി ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം എല്ലാ സാധനം നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ, ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ കൈ കൊണ്ട് അമർത്തി പൊട്ടിച്ച് നമുക്ക് നോക്കുമ്പോൾ മല്ലിയൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അത്രയും മതി കേട്ടോ. ആ പാകമായപ്പോൾ ഞാൻ അതിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ 7 നമുക്ക് മുളക്, ഇതുപോലെ ഉണക്കമുളക് നമുക്ക് എടുക്കണം. അതും ഇതുപോലെ നന്നായിട്ടൊന്ന് വേർത്ത് നല്ല സോഫ്റ്റായി വരുമ്പോൾ അതിനെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. പിന്നെ കശ്മീരി റെഡ് ചില്ലി ഞാൻ അതും എടുത്തിട്ടുണ്ട്. ഒരു 7 എണ്ണം തന്നെ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ നമ്മൾ തോരപ്പരിപ്പില്ലേ, നമ്മൾ സാമ്പാർ വെക്കുന്ന പരിപ്പ്, 2 ടേബിൾ സ്പൂൺ, ഗ്രാമിൽ നോക്കുകയാണെങ്കിൽ 40 ഗ്രാം കാണും കേട്ടോ അത്. അപ്പോൾ അത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാ സാധനം നന്നായിട്ട് ഞാൻ തുണിയിൽ തുടച്ച് ക്ലീൻ ചെയ്തെടുത്തേക്കാം കേട്ടോ. ഇപ്പോൾ മഴ സമയത്ത് കഴുകി കഴിഞ്ഞാൽ പിന്നെ ആണെങ്കിൽ ഉണങ്ങാനും പിന്നെ അതിന് ഡ്രൈ റോസ്റ്റ് എടുക്കാനും ഇച്ചിരി സമയം പിടിക്കും കേട്ടോ. അതുകൊണ്ടെല്ലാം തുടച്ചെടുത്തേക്കുന്നത്. അതായി കഴിഞ്ഞപ്പോൾ മാറ്റി വെച്ചു. പിന്നെ ഇത് കടലപ്പരിപ്പില്ലേ, അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ വേണം. ഗ്രാമിൽ നോക്കുകയാണെങ്കിൽ 20 ഗ്രാം കാണും കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ കുരുമുളക് 1.5 ടേബിൾ സ്പൂൺ നമുക്ക് കുരുമുളക് വേണം. ഗ്രാമിൽ നോക്കുകയാണെങ്കിൽ 15 ഗ്രാം കാണും കേട്ടോ. അത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കായം വേണം. 4 തൊട്ട് 5 ഗ്രാം വരെ നമുക്ക് കായം ആഡ് ചെയ്തെടുക്കാം. ഇതുപോലെ നിങ്ങളുടെ ഈ കായം ഇല്ലെങ്കിൽ നമ്മൾ നോർമൽ കായപ്പൊടി ഇല്ലയോ, ആ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, അന്നേരം ആഡ് ചെയ്താൽ മതി. ഇതുപോലെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് പാനി ഇട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇച്ചിരി കുറച്ച് സമയം പിടിക്കും കേട്ടോ. ഇതായി വരണമെങ്കിൽ ഒന്ന് ചൂടായി കഴിയുമ്പോൾ പിന്നെ പെട്ടെന്നാവും. പക്ഷേ ഉള്ളി വരെ എത്തിയെടുക്കാൻ ഇച്ചിരി സമയം പിടിക്കും. അപ്പോൾ അതൊക്കെ ലോ ഫ്ലെയിം വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതുപോലെ ആയി കഴിയുമ്പോൾ നമുക്കിത് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളൊക്കെ ഇച്ചിരിയൊക്കെ എന്തെങ്കിലുമൊക്കെ ആവാൻ ബാക്കിയുണ്ടെങ്കിൽ അതും പെട്ടെന്ന് ആയിക്കിട്ടാൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കാണെങ്കിൽ ഇതുപോലെ മുഴുവൻ ഉലുവ ഒരു 1/4 ടീസ്പൂൺ അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കാണെങ്കിൽ ചെറിയ ജീരകം അതും നമുക്ക് വേണം. ഒരു 3 ടേബിൾ സ്പൂൺ, ഗ്രാമിൽ നോക്കുവാണെങ്കിൽ 20 ഗ്രാം കാണും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കാണെങ്കിൽ ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടും കൂടെ തന്നെ ആവും. അപ്പോൾ ഈ സ്റ്റേജിൽ വേണം നമുക്ക് മുഴുവൻ കായം ഇല്ലെങ്കിൽ കായപ്പൊടി 1 ടീസ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. തണുത്തതിന് ശേഷം മിക്സി ജാറിട്ട് ഫൈനായിട്ട് പൊടിക്കണ്ട കേട്ടോ. ഒരിച്ചിരി ചെറിയൊരു തരി വേണം കേട്ടോ. അങ്ങനെ വേണേ പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്കാണെങ്കിൽ ഒരു ചില്ലിൻ്റെ കുപ്പിയിലൊക്കെ ഇട്ട് നമ്മൾ എയർടൈറ്റായിട്ട് വെക്കുവാണെങ്കിൽ ഒരു 3-4 മാസം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ പിന്നെ അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ മിക്സി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ ഇത് തീർച്ചയായും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. ഇനി അടുത്ത ഏതാ വീഡിയോ കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ എന്നെ അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.